ആകാശങ്ങളിലേക്ക് വരുമ്പോൾ വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് അൻവറിന്റെ നീക്കം എന്തായിരിക്കും? 9 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വഴങ്ങി എന്ന് പറയാനാണോ, വഴങ്ങില്ല എന്ന് പറയാനാണോ? അരുൺ, ഗുഡ് മോർണിംഗ്. ആദ്യം ആര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും ഈ അൻവറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UDF മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ചോദ്യം. ആദ്യം ആര് കീഴടങ്ങും അല്ലെങ്കിൽ ആദ്യം ആര് പ്രഖ്യാപനം നടത്തും എന്നുള്ളതൊക്കെ തന്നെ ചോദ്യമായി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 9 മണിക്ക് PV അൻവറിന്റെ ഇടവണ്ണ ഒതായുള്ള വീട്ടിൽ വെച്ചാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ ഈ പറയുന്നത് പോലെ വഴങ്ങിക്കൊണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ എതിർപ്പ് ഉന്നയിച്ചുകൊണ്ടോ പക്ഷേ വലിയ പരാമർശങ്ങൾ അൻവർ നടത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ച് അതിനുശേഷം തീരുമാനം അറിയിക്കാമെന്നുള്ള കാര്യമായിരിക്കും മിക്കവാറും PV അൻവർ പ്രഖ്യാപിക്കുക. അപ്പോഴും ബാക്കി നിൽക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, അതായത് ഏത് വിധത്തിലായിരിക്കും ആ പ്രഖ്യാപനം എന്നുള്ളതാണ്. PV അൻവറും ക്യാമ്പും പറയുന്നത് ഔദ്യോഗികമായി UDF ആദ്യം ഘടകകക്ഷിയെ പ്രഖ്യാപിക്കട്ടെ, അങ്ങനെയെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാൻ തയ്യാറാണ്. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് PV അൻവറും ക്യാമ്പും പറയുന്നത്. എന്നാൽ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്നുള്ള UDF വാഗ്ദാനത്തിൽ പൂർണ്ണ തൃപ്തരുമല്ല. ആക്കുകയാണെങ്കിൽ അത് ഘടകകക്ഷിയെ തന്നെ ആക്കണം എന്നുള്ള അഭിപ്രായം PV അൻവറും ക്യാമ്പിനുമുണ്ട്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അത് വിട്ടുവീഴ്ച ചെയ്ത് അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള കാര്യത്തിൽ PV അൻവറും ക്യാമ്പും തൃപ്തി അടയുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് UDF പറയുന്നത് അൻവർ ആദ്യം പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം ഘടകകക്ഷിയാണെങ്കിലും അസോസിയേറ്റ് ഘടകകക്ഷിയാണെങ്കിലും തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. അങ്ങനെ പരസ്പരം ആദ്യം ആര് പ്രഖ്യാപിക്കുമെന്നുള്ള ചോദ്യത്തിൽ തട്ടിയാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെയും തൃണമൂലിൻ്റെയും ഒക്കെ ഈ മുന്നണി പ്രവേശനം രണ്ട് തട്ടിലായി നിൽക്കുന്നത് എന്നതാണ് നിലവിലെ സാഹചര്യം. അരുൺ, ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആരാദ്യം പറയുമല്ല, ആരാദ്യം കീഴടങ്ങും എന്നുള്ളതാണ് നിലമ്പൂരിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. PV അൻവറുമായിട്ട് ഒരു ഒത്തുതീർപ്പിനും ഈ ഘട്ടത്തിലില്ല. ലീഗിൻ്റെ വഴിക്ക് ചർച്ച നടത്തുന്നുണ്ട്. മധ്യസ്ഥ ചർച്ചയല്ല എന്ന് ലീഗ് പറയുന്നുണ്ട്. PV അൻവറിനെ വഴക്കുക, അനുനയിപ്പിക്കുക എന്നതാണ് ലീഗിൻ്റെ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ വളരെ ഈസി വാക്ക് ഓവർ ആകുമെന്ന് ലീഗ് കരുതുന്നത് PV അൻവർ കൂടി ഒപ്പം നിൽക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ കടുത്ത മത്സരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷേ UDF സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയെ പോലും അത് ബാധിച്ചേക്കാമെന്ന് ലീഗ് തിരിച്ചറിയുന്നു.